എല്ലി എന്ന് പറഞ്ഞ എറർ കോഡാണ് അതിൽ കാണിക്കുന്നത്. അതപ്പോൾ അങ്ങനത്തെ എറർ കോഡ് വന്നാൽ എന്താണ് അതിന്റെ പ്രോബ്ലം? അങ്ങനെ പറഞ്ഞ് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് കൈ കൊണ്ട് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷേക്ക് ചെയ്ത് പതുക്കെ ഇളക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇളങ്ങി നമ്മളെ കയ്യിൽ വരുന്നതാണ്. അപ്പം ഇത് കണക്ക് നമുക്ക് ഷേക്ക് ചെയ്ത് ഇളക്കിയെടുക്കാം. ഞാൻ ഇപ്പം അങ്ങനെ ഇളക്കി അത് പോയാലും നമുക്ക് എറർ കോഡ് എല്ലി തന്നെ കാണിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു വാഷിംഗ് മെഷീൻ്റെ എല്ലി എറർ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് വരണമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കിടാനും മറക്കുക. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നു, ലൈക്കിനെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഇങ്ങനെ സ്പീഡിന് പറഞ്ഞു പോകണം, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ പെട്ടെന്ന് വർക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ നേരെ നമ്മൾ വർക്കിലേക്ക്. ഇതാണ് നമ്മുടെ LGയുടെ വാഷിംഗ് മെഷീൻ. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണിയിട്ട് മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് അതിൻ്റെ മോട്ടർ സാധാരണ എടുക്കുന്ന രണ്ട് സൈഡിൽ കറക്കിയതിന് ശേഷം ലെഫ്റ്റും റൈറ്റും കറക്കിയതിന് ശേഷം പിന്നെ എല്ലി എന്ന് പറഞ്ഞ എറർ കോഡാണ് അതിൽ കാണിക്കുന്നത്. അതപ്പോൾ അങ്ങനത്തെ എറർ കോഡ് വന്നാൽ എന്താണ് അതിൻ്റെ പ്രോബ്ലം, അങ്ങനെ വരുന്നതുകൊണ്ട് എന്തൊക്കെ പ്രോബ്ലങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഏതൊക്കെ മെഷീൻ്റെ ഏതൊക്കെ പാർട്ട് കംപ്ലയിൻ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ എല്ലി എറർ കോഡ് വരുന്ന മെഷീൻ ഒന്ന് ഇളക്കി അതിൻ്റെ ബാഗിലത്തെ കവർ എടുത്തതിന് ശേഷം മെഷീൻ ഒന്ന് ചരിച്ചിടണം. ചരിച്ചു വെച്ച ശേഷം നിങ്ങൾക്ക് ബാക്കിൽ നോക്കുമ്പോൾ ഇതിനൊക്കെ എൻ്റെ മോട്ടർ ഇരിക്കണം കാണാൻ പറ്റും. മോട്ടറിൻ്റെ അടിയിൽ ഒരു നെട്ടുണ്ട് സെൻട്രലായിട്ട്. അപ്പോൾ ആ നെറ്റ് നമുക്ക് സ്പാൻഡർ ഉപയോഗിച്ച് ഇളക്കിയെടുക്കണം. ഞാൻ ഇപ്പോൾ സ്ക്രൂ സ്പാൻഡർ ഉപയോഗിച്ചാണ് ഇളക്കിയെടുക്കുന്നത്. നിങ്ങൾ അതിൻ്റെ സൈസ് സ്പാൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇളക്കിയെടുത്താൽ മതി. ഇത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ആ കപ്പ് ശകലം ടൈറ്റ് ആയിരിക്കും. അപ്പോൾ രണ്ട് കൈ കൊണ്ട് ചെറുതായിട്ട് ഷേക്ക് ചെയ്ത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷേക്ക് ചെയ്ത് പതുക്കെ ഇളക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഇളങ്ങി നമ്മളെ കയ്യിൽ വരുന്നതാണ്. അപ്പം ഇത് കണക്ക് നമുക്ക് ഷേക്ക് ചെയ്ത് ഇളക്കിയെടുക്കാം. ഞാൻ ഇപ്പം അങ്ങനെ ഞാൻ ഷേക്ക് ചെയ്ത് ഇപ്പം ഞാൻ അത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇളക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ മോട്ടർ കാണാൻ പറ്റും. നമുക്ക് ആ മോട്ടർ കാണാൻ കത്തിപ്പോയിട്ടാണ് നോക്കണം. ഈ മോട്ടർ കത്തിയാലും നമുക്ക് എറർ കോഡ് കാണിക്കും. അതിനൊക്കെ മോട്ടറിലൊരു സെൻസറുണ്ട്, അത് പോയാലും നമുക്ക് എറർ കോഡ് എല്ലി തന്നെ കാണിക്കുന്നത്. മോട്ടർ കത്തിയാലും എല്ലി തന്നെ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് സെൻസർ കത്തിപ്പോയാലും എല്ലി എറർ കോഡ് തന്നെ കാണിക്കുന്നത്. അതേക്കണക്കിന് മോട്ടർ അതായത് അതിൻ്റെ അകത്ത് ബെയറിംഗ് കംപ്ലൈൻ്റ് ഒക്കെ വന്നിട്ട് അല്ല അഴുക്ക് ഇരുന്നിട്ടോ അതിൻ്റെ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി ജാമായിരുന്നാലും നമുക്ക് ഈ എല്ലി എറർ കോഡാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മോട്ടർ ഇളക്കി എടുക്കാനായിട്ട് അതിലൊരു 6 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇത് കണക്ക് 10ൻ്റെ സ്പാൻഡർ ഉപയോഗിച്ച് ബോക്സ് സ്പാൻഡർ ഉപയോഗിച്ചാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് കണക്ക് ആ സ്ക്രൂ പതുക്കെ 10ൻ്റെ ബോക്സ് സ്പാൻഡർ ഉപയോഗിച്ച് നിങ്ങൾ ഇളക്കി ഓരോ സ്ക്രൂ വീതം ഇളക്കിയെടുത്താൽ മതി. നിങ്ങൾ ഇവിടെ കാണാം ഇപ്പോൾ മോട്ടറിൻ്റെ ഈ അടിഭാഗത്തൊക്കെ ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് മൊത്തം പൊട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ല, മോട്ടർ നല്ല ജാമാണ്, അതായത് ക്ലച്ച് ജാമാണ്. അതാണ് അതിൻ്റെ അവിടെ പൊട്ടി അത് പോയത്. അപ്പം ഇതിൻ്റെ ക്ലച്ച് ജാമായി പോയാലും നമുക്ക് എല്ലി എറർ കോഡാണ് നമുക്ക് കാണിക്കുന്നത്. ഇപ്പം ക്ലച്ച് അങ്ങനെ പൊട്ടിപ്പോയതുകൊണ്ടാണ് ഇതെല്ലാം ജാമായിട്ടിരുന്ന് കറങ്ങിയത് പൊട്ടിപ്പോയത്. അപ്പോൾ നമ്മളെല്ലാം ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം മോട്ടർ ഇളക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മോട്ടറിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ പവറുണ്ട്. ആ പവർ നിങ്ങൾ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് ഇളക്കിയിട്ടാൽ മതി. അത് കണക്കിന് മോട്ടർ ഒറ്റയടിക്ക് വലിച്ച് നിങ്ങൾ പുറത്തോട്ട് എടുക്കരുത്. മോട്ടറിൻ്റെ അകത്തും ഇത് കണക്ക് തന്നെ ഒരു പവറുണ്ട്. അത് നിങ്ങൾ പതുക്കെ സെൻസറിൻ്റെ ഭാഗത്ത് അത് പതുക്കെ നിങ്ങൾ ഇളക്കിയെടുത്താൽ മതി. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഇത് കണക്ക് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പവർ ഇളക്കിയെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ അതിൻ്റെ പവർ ഇളക്കിയെടുത്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ബാക്കിൽ അതിൻ്റെ ആ പവർ ഇരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പവർ. അത് രണ്ട് സൈഡിൽ ക്ലിപ്പാണ്. ആ ക്ലിപ്പ് നിങ്ങൾ പിടിച്ചിട്ട് പതുക്കെ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരി വരും. പക്ഷെ അത് ആ ക്ലിപ്പ് ഊരി ചെറിയൊരു ടൈറ്റ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് പിടിച്ചാൽ മതി, അത് ഊരി കറക്റ്റ് ഇത് കണക്ക് ഊരി വരും. അപ്പം ഇങ്ങനെയൊക്കെ ആണ് ഇത് ഇളക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇളക്കിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം ഇളക്കിയെടുത്താൽ മതി. അതപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യണമെന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ എല്ലാം ഇത് പൊട്ടിപ്പോയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ക്ലച്ച് ജാമായി പോയതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ക്ലച്ച് മേടിച്ച് മാറിയാലേ നമുക്കിത് റിപ്പയർ ചെയ്ത് നമുക്ക് അത് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കിടാന്ന് മറക്കരുത്. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റാണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഇനി ഈ ക്ലച്ച് എങ്ങനെ മേടിച്ചുകൊണ്ട് മാറണമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിൻ്റെ സാധനം മേടിച്ചുകൊണ്ടെന്ന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ എല്ലി എറർ കോഡ് വന്നാൽ എന്തൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് എസിയെ കുറിച്ചോ വിൻഡോസിയെ കുറിച്ചോ സെൻട്രൽ എസിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, കയറി വാച്ച് ചെയ്ത്. അതായത് ഫ്രിഡ്ജിൻ്റെ ഫുൾ പാർട്സും മാറുന്ന വീഡിയോ ഒക്കെ എൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് കയറി വാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഹാങ് ഡേറ്റ് ഡ്രില്ലൊക്കെ ചെയ്യുന്ന വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നല്ലൊരു വർക്കുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം.